സോ നമ്മൾ ഫസ്റ്റ് നോക്കിയത് എന്തായിരുന്നു? പാപ്പസ് ഗോൾഡിനസ് തിയറം എന്താണെന്നായിരുന്നു നോക്കിയത്. പാപ്പസ് ഗോൾഡിനസ് തിയറത്തിൽ എന്താണ് പറയുന്നത്? സർഫസ് ഓഫ് റെവല്യൂഷൻ കാരണം ജനറേറ്റ് ചെയ്യുന്ന ഏരിയ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, അതുപോലെ തന്നെ ഒരു ബോഡി ഒരു പർട്ടിക്കുലർ ആക്സിസിൽ വിത്ത് റെസ്പെക്ട് ടു റിവോൾവ് ചെയ്യുമ്പോൾ സം വോളിയം വിൽ ജനറേറ്റ്, ആ വോളിയം എങ്ങനെ ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുക, അതിനു വേണ്ടിയുള്ള രണ്ട് തിയറംസ് ആണ് എന്ത്? പാപ്പസ് ഗോൾഡിനസ് തിയറം 1 ആൻഡ് പാപ്പസ് ഗോൾഡിനസ് തിയറം 2 പറയുന്നത്. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് തിയറി പാർട്ടായിട്ട് ചോദിക്കുന്നതാണ് പാപ്പസ് ഗോൾഡിനസ് തിയറം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് തേർഡ് മോഡ്യൂളിൽ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, സെൻട്രോയിഡ് ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു കോമ്പോസിറ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് സിംഗിൾ കമ്പോണൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ള സെക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ കോമ്പോസിറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കും. ദെൻ യു നീഡ് ടു ലൊക്കേറ്റ് ദി സെൻട്രോയിഡ്. അതിൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സെൻട്രോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സോ എക്സ് ആക്സിസിലും വൈ ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണ് അതിൻ്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ ജോമെട്രിക്കൽ സെൻറ്റർ അല്ലെങ്കിൽ ആ എൻറ്റയർ കോമ്പോസിറ്റ് സെക്ഷൻ്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സെൻട്രോയിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ബോഡിയുടെയാണ് നമ്മളെപ്പോഴും പറയുന്നത്, ഒരു വോളിയം ഉള്ള ഒരു ബോഡിയുടെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറയുന്നത്. ദാറ്റ് ഈസ് 3D സെക്ഷൻ്റെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറയുന്നത്. 2D സെക്ഷനാണ്, ഒരു പ്ലാനാർ സെക്ഷനാണ്, ഒരു ട്രയാങ്കിൾ അങ്ങനെയുള്ള അതിൻ്റെ കോമ്പിനേഷനാണ്. ഒരു പ്ലാനാർ സെക്ഷൻ്റെ അല്ലെങ്കിൽ 2D സെക്ഷൻ്റെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്നുള്ളൊരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഡിറ്റർമിൻ ചെയ്യാനാണ്. നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ കോമ്പോസിറ്റ് സെക്ഷൻ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത് നേരത്തെ സെൻട്രോയിഡ് ഡിറ്റർമിൻ ചെയ്യാൻ എടുത്ത കണക്കത്തെ സെക്ഷൻസ് തന്നെയായിരിക്കും എന്തെങ്കിലും ചോദിക്കുന്നത്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ ചോദിക്കുന്നത്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, സോ കോമ്പോസിറ്റ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദാറ്റ് ഈസ് മൊമെൻറ്റ് ഓഫ്, നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് യു നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഗിവൺ സെക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസും കാണാൻ ചോദിക്കും. അതുപോലെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ദി ബേസ് ആക്സിസ് അല്ലെങ്കിൽ റെഫറൻസ് ആക്സിസ്. നമുക്ക് റെഫറൻസ് ആക്സിസ് എന്തുവാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സെക്ഷൻ തന്നിരിക്കുവാണ്, ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ് ഈ ഒരു ആക്സിസ്, ബേസ് ആക്സിസ് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാം. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഐ കൊണ്ടാണ്. ദെൻ അല്ലാതെ ക്വസ്റ്റ്യനിൽ ചോദിക്കുവാണ് യു നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഇതാണ് അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് എങ്കിൽ യു നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ്. സോ സെൻട്രോയിഡൽ ആക്സിസ് ആകുമ്പോഴത്തേക്ക് ജി ആണ് സെൻട്രോയിഡ് കൊണ്ട് അല്ലെങ്കിൽ സെൻട്രോയിഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ജി ആണ്. സോ ഐ ജി വൈ വൈയും ഐ ജി എക്സ് എക്സും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ വൈ ആക്സിസ് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സിസ്, ഇതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ബേസ് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഐ എക്സ് എക്സും ഐ വൈ വൈയും എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻസ് ആണ് നെക്സ്റ്റ് വൺ. അതിൽ രണ്ട് രീതിയിൽ ചോദിക്കാം, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ സെൻട്രോയിഡൽ ആക്സിസ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദി reference axis or base axis. Okay, so the first one, moment of inertia about base. ബേസിന് വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാമെന്നുള്ളതാണ്. സോ അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുവാണ്, ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുവാണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുവാണ്. ആൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് യു നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സിസ്, ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ആക്സിസ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇപ്പോൾ നിങ്ങൾക്ക് ബേസ് ആക്സിസ് എന്നാണ്, അപ്പോൾ ആക്സിസ് തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് നിങ്ങൾ ആക്സിസ് ഒന്നും ഡിറ്റർമിൻ ചെയ്യേണ്ട. യു നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ഗിവൺ ആക്സിസ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫിഗർ വരച്ചിട്ട് ഏത് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആണോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിറ്റർമിൻ ചെയ്യേണ്ടത് അത് മാർക്ക് ചെയ്യുക.
ഓക്കെ, അപ്പോൾ എക്സ് എക്സ് ആക്സിസും വൈ ആക്സിസിനും എഗൻസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യുക. ദെൻ ഡിവൈഡ് ദ സെക്ഷൻ ഇൻറ്റു, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള സെക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് 2 റെക്റ്റാങ്കുലർ സെക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ റെപ്രസെൻ്റ് ചെയ്യുന്ന ഐ ആണ്. എബൌട്ട് എക്സ് എക്സ് ആക്സിസിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡിറ്റർമിൻ ചെയ്യണം. ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് വൈ ആക്സിസിലും എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, സോ ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2 സെക്ഷനാണുള്ളത്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എക്സ് എക്സ് ആക്സിസിൽ ഫസ്റ്റ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ആക്സിസ് വേണം. സെക്കൻഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് ആക്സിസ് വേണം. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സിസിൽ നമ്മൾ എത്ര സെക്ഷൻസ് ഉണ്ടോ, സോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ I1 XX പ്ലസ് I2 XX, that is moment of inertia of first section in the SX axis and moment of inertia of second section in the XX axis. അതുപോലെ തന്നെ I1 YY plus I2 YY with respect to YY axis moment of inertia കാണാൻ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര സെക്ഷൻ ഉണ്ടോ, നമ്പർ ഓഫ് സെക്ഷൻസ് എത്രയാണോ, അപ്പോൾ നമുക്ക് ഇതിനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ 3 സെക്ഷൻ ആക്കാം, 3 റെക്റ്റാങ്കുലർ സെക്ഷൻ ആക്കാം. സോ ഈ എൻറ്റയർ കോമ്പോസിറ്റ് ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് എക്സും വൈ വൈയും ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ തേർഡ് സെക്ഷൻ. സോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻ കാണണമെങ്കിൽ ഓരോ സെക്ഷൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണുക, അതിനെ സം ചെയ്യുക. ഓക്കെ, അതാണ് അവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എപ്പോഴും നമ്മൾ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. ദാറ്റ് ഈസ് പാരലൽ ആക്സിസ് തിയറത്തിൽ എന്താണ്, പാരലൽ ആക്സിസ് തിയറത്തിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ഒരു ഏരിയ, അതിലൊരു ചെറിയ ഏരിയ ഞാൻ എടുത്തു, ആ ഏരിയയും എന്താണ് റെഫറൻസ് ആക്സിസും തമ്മിലുള്ള, ആ ഏരിയയും റെഫറൻസ് ആക്സിസും തമ്മിലുള്ള ഹൈറ്റ് h ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് ഇതും, ദാറ്റ് ഈസ് ഇതാണ് സെൻട്രോയിഡൽ ആക്സിസ് IG, അവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ IG ആണ്. ഇത് നിങ്ങളുടെ റെഫറൻസ് ആക്സിസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിസ്. സോ 2 ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് പറയുന്നതാണ് എന്ത്, പാരലൽ ആക്സിസ് തിയറം. സോ അതിൽ എന്താണ്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് റെഫറൻസ് ആക്സിസ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെൻട്രോയിഡ് അല്ല ആക്സിസ് പ്ലസ് ഏരിയ ഇൻറ്റു h², ഇതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഓക്കെ, പാരലൽ ആക്സിസ് തിയറം പറയുന്ന എന്തിനാണ്, ഒരു സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സെൻട്രോയിഡൽ ആക്സിസ് ഐ ക്യാൻ ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി അതർ ആക്സിസ്. ഏതെങ്കിലും ഒരു ആക്സിസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറ്റും. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഇക്വേഷൻ ആണ് IAB, അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു ആ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഏരിയ ഓഫ് ദാറ്റ് സെക്ഷൻ ഇൻറ്റു ആ 2 ആക്സിസുകളും മേക്ക് ചെയ്യുന്ന ഹൈറ്റ്, ദാറ്റ് ഈസ് സെൻട്രോയിഡൽ ആക്സിസും റെഫറൻസ് ആക്സിസും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ബേസ് ആക്സിസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്താ, ഡ്രോ ദ ഫിഗർ ആൻഡ് മാർക്ക് ദ ബേസ് ആക്സിസ്, ദെൻ ഡിവൈഡ് ദ സെക്ഷൻ ഇൻറ്റു 1 2 3 എത്ര സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ഡിറ്റർമിൻ ദ ഏരിയ ആൻഡ് സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ഓഫ് ഈച്ച് സെക്ഷൻ, ദാറ്റ് ഈസ് A1 A2 X1 X2 Y1 Y2 അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം ഡിറ്റർമിൻ ചെയ്യുക. ദെൻ ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് എക്സ് ആൻഡ് YY ആക്സിസ്. സോ കോമ്പോസിറ്റ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഫസ്റ്റ് സെക്ഷൻ പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ആസ് പെർ പാരലൽ ആക്സിസ് തിയറം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എന്താണ്, IAB ഈസ് ഈക്വൽ ടു IG പ്ലസ് AH². ഓക്കെ, അപ്പോൾ ഇവിടെ I1 XX I2 XX നമുക്കുള്ളത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ IXX കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് I1 XX എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്, ഈ ഒരു ഹൊറിസോണ്ടൽ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ് വേണ്ടത്. സോ I1 XX ഈസ് ഈക്വൽ ടു ഈ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് XX ആക്സിസ് നമുക്ക് ഇക്വേഷൻ അറിയാം, BDQ/12 അതാണ് എഴുതിയിരിക്കുന്നത്, പ്ലസ് ഏരിയ ഓഫ് ദിസ് സെക്ഷൻ, അത് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ ഏരിയ കിട്ടും, ഇൻറ്റു
H1 ഈ H1 H2 അങ്ങനെയുള്ള വാല്യൂ എന്താണെന്ന് കറക്റ്റിന് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് പാരലാക്സിസ് തിയറം അനുസരിച്ച് എന്താണ് H1 എന്ന് പറയുന്നത്? സെൻട്രോയിഡൽ ആക്സിസും നമ്മുടെ റെഫറൻസ് ആക്സിസും തമ്മിലുള്ള ഹൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? H എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ റെഫറൻസ് ആക്സിസ് അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന റെഫറൻസ് ആക്സിസ് ഇതാണ്. ഈ റെഫറൻസ് ആക്സിസും അതുപോലെ ഫസ്റ്റ് സെക്ഷൻ്റെ H1 ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ് D/2-ലല്ലേ? ഈ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ സെൻട്രോയിഡ് ഇതാണ്, ദാറ്റ് ഈസ് D/2 ആണ്. സോ ഈ റെഫറൻസ് ആക്സിസും ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് എന്ത്? H1 എന്ന് പറയുന്നത്. അത് എത്രയാണ്? ഇവിടുത്തെ Y1 തന്നെ ആയിരിക്കും H1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി H2 എന്ന് പറയുന്ന സെക്കൻഡ് സെക്ഷൻ്റെയാണ്. ദാറ്റ് ഈസ് ഈ റെഫറൻസ് ആക്സിസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? ഒരു മിനിറ്റ്. സോ നിങ്ങളുടെ റെഫറൻസ് ആക്സിസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റെഫറൻസ് ആക്സിസ്. ഓക്കെ, ഈ റെഫറൻസ് ആക്സിസ് ഓക്കെ, ഇപ്പോൾ റെഫറൻസ് ആക്സിസ് നിങ്ങൾക്ക് എക്സ് ആക്സിസ് ഇവിടെ തന്നിട്ടുണ്ട്. So this is the reference axis. This is your reference axis. ഇനി Y2 എന്ന് പറയുന്നത് H2 എന്ന് പറയുന്നത് ഈ റെഫറൻസ് ആക്സിസും സെക്കൻഡ് പോർഷൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് പ്ലസ് ബാക്കി വാല്യൂ, അതായത് Y2 ആണ് സെക്കൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡ്. ആ രണ്ട് ആക്സിസുകളും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? H2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഓരോ സെക്ഷൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എന്താണ്? I1XX ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഫസ്റ്റ് സെക്ഷൻ പ്ലസ് ഏരിയ ഇൻറ്റു H1². ഓക്കെ, അതുപോലെ അടുത്തതാകുമ്പോഴത്തേക്കും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സെക്കൻഡ് സെക്ഷൻ പ്ലസ് ഏരിയ ഇൻറ്റു H2². പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ IXX എന്ന് പറയുമ്പോഴത്തേക്ക് I1XX പ്ലസ് I2XX, ദാറ്റ് ഈസ് കോമ്പോസിറ്റ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇൻ എക്സ് ആക്സിസ് ഈസ് ഫസ്റ്റ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് സെക്കൻഡ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. അതുപോലെ തന്നെ IYY എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇൻ YY ഡയറക്ഷൻ പ്ലസ് സെക്കൻഡ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ YY ഡയറക്ഷൻ ആകുമ്പോഴത്തേക്ക് എന്താണ്? ഓക്കെ, സോ YY ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ സെക്ഷൻ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ Y ആക്സിസ്, ഇത് X ആക്സിസ്. YY ഡയറക്ഷനിൽ ഇക്വേഷൻ DBQ/12 വരും റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ. നമ്മൾ ടാബുലാ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. ദെൻ ഏരിയ അറിയാം. ദെൻ H1 എന്ന് പറയുമ്പോൾ ഈ റെഫറൻസ് ആക്സിസും ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ് ഇൻ YY ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലുള്ള ഈ സെക്ഷൻ്റെ സെൻട്രോയിഡ് എവിടെയാണ്? X1 ഡിസ്റ്റൻസിലാണ്. സോ ഈ രണ്ട് ആക്സിസുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് Y1 അല്ലെങ്കിൽ H1 എന്ന് പറയുന്നത്. അത് X1 ആയിരിക്കും. അടുത്തത് എന്താ? X2 ആയിരിക്കും. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റിന് മനസ്സിലാവും കേട്ടോ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ
ബേസ് ആക്സിസിന് വിത്ത് റെസ്പെക്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണണമെങ്കിൽ നമ്മൾ ബേസ് ആക്സിസ് ആദ്യം വരയ്ക്കുക, എന്നിട്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണുക. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുവാണ്, യു നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ ചോദിച്ചിരിക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡിറ്റർമിൻ ദ സെൻട്രോയിഡ് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഇപ്പം സെൻട്രോയിഡ് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു ലൊക്കേറ്റ് ദ സെൻട്രോയിഡ്. അതിന് വേണ്ടി എന്താ, റെഫറൻസ് ആക്സിസ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ സെൻട്രോയിഡ് നോർമലി ഡിറ്റർമിൻ ചെയ്യുന്ന പോലെ സെൻട്രോയിഡ് എക്സ് ബാർ വൈ ബാർ ഡിസ്റ്റൻസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ എക്സ് ബാർ വൈ ബാർ ഡിസ്റ്റൻസ് നമ്മൾ ഈ ഫിഗറിലോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ഈ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടാണ് വി നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ദാറ്റ് ഈസ് സെൻട്രോയിഡൽ ആക്സിസിനെ അല്ലെങ്കിൽ സെൻട്രോയിഡിനെ ജി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. സോ ഐ ജി എക്സ് എക്സ് സെൻട്രോയിഡൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഡയറക്ഷനിലും ഐ ജി വൈ വൈയുമാണ് എന്ത് ചെയ്യാൻ, ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ ജി എക്സ് 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 ഡയറക്ഷനിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇവിടെ രണ്ട് സെക്ഷനുണ്ട്. സോ ഐ ജി വൺ എക്സ് എക്സ് പ്ലസ് ഐ ജി ടു എക്സ് എക്സ് എന്ന് എഴുതാം. അതുപോലെ ഐ ജി വൺ എക്സ് എക്സ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഓക്കെ, ദാറ്റ് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് സെക്ഷൻ പ്ലസ് എ വൺ എച്ച് വൺ സ്ക്വയർ. ഇതിലിപ്പോൾ എച്ച് വണ്ണും എച്ച് ടു എന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഈ എച്ച് വൺ എച്ച് ടു വാല്യൂസ് എന്ന് പറയുന്നത് രണ്ട് പാരലൽ ആക്സിസുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ്. ഒരു ആക്സിസ് എന്താണ്, സെൻട്രോയിഡൽ ആക്സിസും മറ്റേ ആക്സിസ് അവിടുത്തെ എന്താണ്, ഏത് ആക്സിസുമായിട്ടാണോ നോക്കുന്നത്, ദാറ്റ് ഈസ് നേരത്തെ ആയിരുന്നപ്പോൾ ഫസ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന റെഫറൻസ് ആക്സിസും ദെൻ രണ്ടാമത്തെ ആക്സിസ് നിങ്ങളുടെ സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഏത് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റുമാണ് സെൻട്രോയിഡ് എടുക്കേണ്ടത്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എടുക്കേണ്ടത് സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റുമാണ്. സോ സെൻട്രോയിഡൽ ആക്സിസും അതുപോലെ ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് എന്ത്, H1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇത് കാണണമെങ്കിൽ ഇത്രയും സെൻട്രോയിഡ് ഡിസ്റ്റൻസ് വൈ ബാർ മൈനസ് വൈ വൺ ചെയ്താലേ എന്ത് കിട്ടത്തുള്ളൂ, H1 കിട്ടത്തുള്ളൂ. അതുപോലെ H2 നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങൾ എടുക്കുന്ന രണ്ട് ആക്സിസുകളും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് എന്ത്, H1 H2 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രോയിഡൽ ആക്സിസ് ആണ് നിങ്ങളുടെ റെഫറൻസ് ആക്സിസ് എങ്കിൽ ഇപ്പം നിങ്ങൾക്ക് യു നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ സെൻട്രോയിഡൽ ആക്സിസ് ആണ് നിങ്ങളുടെ റെഫറൻസ് ആക്സിസ്. സോ സെൻട്രോയിഡൽ ആക്സിസും ദെൻ ഏത് സെക്ഷൻ്റെ ആണോ എടുക്കുന്ന അതിൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് H1. അപ്പോൾ H2 എന്ന് പറയുമ്പോൾ ഈ സെൻട്രോയിഡൽ ആക്സിസും സെക്കൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, H2. അപ്പോൾ ഇവിടെ H2 കാണാൻ y2 വാല്യൂ ആണ് ലാർജർ വാല്യൂ. സോ y2 മൈനസ് y ബാർ എന്ന് പറയുന്നതാണ് H2. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതുപോലെ IG2 XX ദെൻ IGYYയും ഡിറ്റർമിൻ ചെയ്യുക. സോ അതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ രണ്ട് രീതിയിൽ ചോദിക്കാം, വിത്ത് റെസ്പെക്ട് ടു ബേസ് ആക്സിസ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇതിലെന്താ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻ അല്ലെ. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ആംഗിൾ സെക്ഷൻ ഹാവിംഗ് ദ ഡയമെൻഷൻ ഷോൺ ഇൻ ദ ഫിഗർ ആൻഡ് ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ്. സോ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എന്താണ്, വി നീഡ് ടു ലൊക്കേറ്റ് ദ സെൻട്രോയിഡ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണം. സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ എന്താണ് റെഫറൻസ് ആക്സിസ് ഫിക്സ് ചെയ്തു. ഇത് സിമട്രി ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ റെഫറൻസ് ആക്സിസ് എക്സ് ആക്സിസും വൈ ആക്സിസ് ഫിക്സ് ചെയ്തു. ദെൻ ഡിവൈഡ് ദ സെക്ഷൻ ഇൻറ്റു, ഇവിടെ രണ്ട് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് പോർഷൻ ഈ റെക്റ്റാങ്കുലർ ആണ്, അതിൻ്റെ A1 X1 Y1 ഡിറ്റർമിൻ ചെയ്യുക. ദെൻ സെക്കൻഡ് പോർഷൻ ഈ റെക്റ്റാങ്കിൾ ആണ്, അതിൻ്റെ A2 X2 Y2 ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താ, ഇത് നമുക്ക് സെൻട്രോയിഡ് കാണാൻ അറിയാം.
x bar is a1 x1 plus a2 x2 by a1 plus a2 and y bar is a1 y1 plus a2 y2 by a1 plus y2. അപ്പോൾ നമുക്ക് കിട്ടി സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കിട്ടി എക്സ് ബാർ 3.22 എന്നും വൈ ബാർ 3.22. സോ ഇനി ഫിഗർ വരയ്ക്കുക. ഇതാണ് നിങ്ങളുടെ സെക്ഷൻ. അതിൽ നമുക്ക് സെൻട്രോയിഡൽ ആക്സിസ് ആണ് നമ്മുടെ റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ സെൻട്രോയിഡൽ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ബാർ ആൻഡ് വൈ ബാർ. ഓക്കെ, 3.22 ഡിസ്റ്റൻസിലാണ് സെൻട്രോയിഡ്. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് വി നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. സോ ഐ ജി എക്സ് എക്സും ഐ ജി വൈ വൈയുമാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് ഇൻ എക്സ് എക്സ് ഡയറക്ഷൻ ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെൻട്രോയിഡൽ ആക്സിസ് ഇൻ വൈ വൈ ഡയറക്ഷൻ. സോ ഐ ജി എക്സ് എക്സ് എന്ന് പറയുന്നത് ഇതിവിടെ രണ്ട് സെക്ഷനുണ്ട്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഫസ്റ്റ് സെക്ഷൻ പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെക്കൻഡ് സെക്ഷൻ ആണ് കോമ്പോസിറ്റ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അപ്പം നമുക്ക് എന്താണ് ഐ ജി എക്സ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് സെക്കൻഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്. സോ ഐ ജി വൺ എക്സ് എക്സ് പ്ലസ് എ വൺ എച്ച് വൺ സ്ക്വയർ പ്ലസ് ഐ ജി ടു എക്സ് എക്സ് പ്ലസ് എ ടു എച്ച് ടു സ്ക്വയർ. എത്ര സെക്ഷൻ ഉണ്ടോ അത്രയും വരും. നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐ എ ബി ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് സെക്ഷൻ ഐ ജി പ്ലസ് എ വൺ എച്ച് വൺ സ്ക്വയർ ആസ് പെർ പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, സോ ആ ഒരു കണ്ടീഷൻ വെച്ച് തന്നിട്ട് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. സോ ഐ ജി എക്സ് എക്സ് ഈസ് ഈക്വൽ ടു എ ഐ ജി വൺ എക്സ് എക്സ് പ്ലസ് എ വൺ എച്ച് വൺ സ്ക്വയർ പ്ലസ് ഐ ജി ടു എക്സ് എക്സ് പ്ലസ് എ ടു എച്ച് ടു സ്ക്വയർ. സോ ഐ ജി വൺ എക്സ് എക്സും ഐ ജി ടു എക്സ് എക്സും എന്നുള്ളതാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഫസ്റ്റ് സെക്ഷൻ ഇൻ എക്സ് എക്സ് ആക്സിസ് ആൻഡ് സെക്കൻഡ് സെക്ഷൻ ഇൻ എക്സ് എക്സ് ആക്സിസ്. സോ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം. ഇൻ എക്സ് എക്സ് എത്രയാണ്? ബി ഡി ക്യൂ ബൈ 12 ആണ്. വൈ വൈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു വരും, ഡി ബി ക്യൂ ബൈ 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ ബ്രെഡ്ത്തും ഡെപ്ത്തും അറിയാമല്ലോ. ഈ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ബ്രെഡ്ത്തും അറിയാം, അതിൻ്റെ ഡെപ്ത്തും അറിയാം. ഓക്കെ, സോ ഫസ്റ്റ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ ജി വൺ എക്സ് എക്സ് ഈസ് 10 × 2 by 12. സെക്കൻഡ് സെക്ഷൻ ആകുമ്പോഴത്തേക്ക് ബി ഈസ് 2 മീറ്റർ, ഡി ഈസ് 8 മീറ്റർ. സോ 2 × 8 by 12. ഓക്കെ, ഇനി ഇതിനകത്ത് അറിഞ്ഞൂടാത്ത വാല്യൂ ഏതാ? ഏരിയ നമ്മൾ ഓൾറെഡി സെൻട്രോയിഡ് കാണാനായിട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്, A1 A2. ഇനി ഉള്ളത് H1 H2. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഈ H1 H2 വാല്യൂ കാണാൻ മാത്രമാണ്. സോ H1 H2 എന്താണ്? നമ്മുടെ റഫറൻസ് ആക്സിസും അതുപോലെ തന്നെ സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണെന്ത്? H1 എന്ന് പറയുന്നത്. ഓക്കെ, H1 H2 വാല്യൂസ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റഫറൻസ് ആക്സിസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെൻട്രോയിഡൽ ആക്സിസ് ആണ് ഇപ്പോൾ നമ്മുടെ റഫറൻസ് ആക്സിസ്. സെൻട്രോയിഡൽ ആക്സിസിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ആണ് വി നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, സോ H1 എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷൻ്റെ ഹൈറ്റ് ആണ്. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസും അല്ലെങ്കിൽ റഫറൻസ് ആക്സിസും ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ് D/2 അല്ലേ? ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡും ആക്സിസും ഈ രണ്ട് ആക്സിസുകളും തമ്മിലുള്ള ഹൈറ്റാണ് H1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? ഇത് ഇത്രയും വൈ ബാർ ആണ്. സോ വൈ ബാർ മൈനസ് y1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H1 കിട്ടും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. H1 ഈസ് 3.22 മൈനസ് 2/2. അതെന്ന് പറയുന്നത് എന്താണ്? വൈ ബാർ മൈനസ് y1 ആണ്. ഓക്കെ, ഇനി H2 എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസാണ്. സോ H2 ഈ സെക്കൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡ് എവിടെയാണ്? y2 ഡിസ്റ്റൻസിലാണ്. സെക്കൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡ് y2 ഡിസ്റ്റൻസിലാണ്. സോ അത് ഇവിടെയാണെന്നിരിക്കട്ടെ. ആൻഡ് അതുപോലെ നമ്മളെ റഫറൻസ് ആക്സിസ് ഇതുമാണ്. സോ ഈ ഹൈറ്റുകൾ തമ്മിലുള്ള ഈ ഹൈറ്റ് ഡിഫറൻസ് ആണ് y2 എന്ന് പറയുന്നത്. സോ ഇതിൽ y2 ആണ് കൂടുതൽ. y2 മൈനസ് y ബാർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H2 കിട്ടും. y2 മൈനസ് y ബാർ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ആ വാല്യൂ ശ്രദ്ധിച്ചാൽ മതി.
നമുക്ക് വേണ്ടത് ഈ H1 H2 H3 വാല്യൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റെഫറൻസ് ആക്സിസും കറസ്പോണ്ടിങ് സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ്. ആ ആക്സിസുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് ഈ H1 H2 H3 എന്ന് പറയുന്നത്. ഓക്കെ, ആ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബേസ് ആക്സിസും ആവാം, അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസും ആവാം. ഓക്കെ, അപ്പോൾ IG(xx) എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇനി മൊമെൻറ്റ് നമുക്ക് വാല്യൂ കിട്ടും. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് mm⁴ അല്ലെങ്കിൽ cm⁴ അല്ലെങ്കിൽ m⁴ ആണ്. കാരണം BdQ/12 എന്ന് പറയുമ്പോൾ B in mm, D in mm³. സോ mm⁴ അല്ലെങ്കിൽ cm⁴ ആണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യൂണിറ്റും കൂടെ എഴുതി തന്നെ ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് പോകും. ഓക്കെ, ഇനി IgYy എന്ന് പറയുന്നത് എന്താ? Ig1yy plus A1h1². That is moment of inertia in the y direction of first section and moment of inertia in the y direction of second section. ഓക്കെ, അപ്പോൾ H1 ഉം H2 എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് YY ആക്സിസും ഇതാണ് നിങ്ങളുടെ റെഫറൻസ് ആക്സിസ്. ഈ റെഫറൻസ് ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസും ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ്, ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ് H/3 ദാറ്റ് ഈസ് 5 സോ ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ് അതുപോലെ തന്നെ ഈ സെൻട്രോയിഡൽ ആക്സിസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് H1 എന്ന് പറയുന്നത്. ദെൻ ഈ സെൻട്രോയിഡും സെക്കൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് H2 എന്ന് പറയുന്നത്. ഓക്കെ, സോ H1 ഈസ് x1 മൈനസ് എക്സ് ബാർ എന്നും H2 ഈസ് എക്സ് ബാർ മൈനസ് x2 എന്നും കിട്ടും. നിങ്ങൾ ആ പ്രോബ്ലം ത്തിലെ വാല്യൂ നോക്കിയാൽ മതി, ആക്സിസുകൾ തമ്മിൽ ഡിഫറൻസ് ആണ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ക്യാൻ ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് YY ആക്സിസ്. സോ YY ആകുമ്പോഴത്തേക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് dBQ/12 വരും. ഓക്കെ, ഇനി അടുത്തത് സെയിം പ്രോബ്ലം തന്നെയാണ്, മീൻസ് സെയിം പോലത്തെ പ്രോബ്ലം ആണ്, ബട്ട് ബേസ് ആക്സിസ് എന്ന് യു നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. സോ കാൽക്കുലേറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് XX ആൻഡ് YY ആക്സിസ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സ് ആക്സിസിനും Y ആക്സിസിനും വിത്ത് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബേസ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണണം. അപ്പോൾ ഇവിടെ എന്താ, സെൻട്രോയിഡൽ ആക്സിസ് ഒന്നും നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ട, ബിക്കോസ് സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് അല്ല കാണാൻ പറഞ്ഞിരിക്കുന്നത്. യു നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ബേസ് ആക്സിസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിന് ഫിഗർ അതുപോലെ വരയ്ക്കുക, റെഫറൻസ് ആക്സിസ് ഒന്ന് കാണിക്കുക, ദെൻ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. സോ അതിൻ്റെ ഏരിയ x1 y1 x2 y2 ഇങ്ങനെയുള്ള വാല്യൂസ് എല്ലാം ഡിറ്റർമിൻ ചെയ്തു. ദെൻ നമ്മുടെ IG(xx) എന്ന് പറയുന്ന IG(xx) അല്ല, IG(xx) എന്ന് പറയുന്ന സെൻട്രോയിഡൽ ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ IXXും IYYയുമാണ്. ജസ്റ്റ് XX ആക്സിസിനും YY ആക്സിസിനും അബൌട്ട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടാൽ മതി. ഓക്കെ, സോ ഇക്വേഷൻ സെയിം തന്നെയാണ്. IXS ഈസ് ഈക്വൽ ടു എന്താണ്, ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് A1y1² പ്ലസ് A2y2². ഫസ്റ്റ് സെക്ഷൻ്റെ IXXും IYYയും തമ്മിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്, BdQ/12. ദെൻ Y1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ H1 A1h1² ആണ് ഇവിടെ വരുന്നത്. H1 എന്ന് പറയുന്നത് എന്താണ്, ഈ റെഫറൻസ് ആക്സിസും ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ്. അത് എപ്പോഴും എന്തായിരിക്കും, Y1 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ Y1 എന്നിട്ടിരിക്കുന്നത്. ദെൻ ഈ റെഫറൻസ് ആക്സിസും അടുത്ത H2 എന്ന് പറയുന്നത് ഈ റെഫറൻസ് ആക്സിസും സെക്കൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ്. അതെന്തായിരിക്കും, Y2 ആണ്. സോ അതുകൊണ്ടാണ് A2y2² എന്ന് കിടക്കുന്നത്. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ ഇക്വേഷൻ എന്താണ്, Ig1xx പ്ലസ് A1h1² ആണ്. ഇവിടെ A2h2² ആണ്. ഓക്കെ, സോ ഇത് h1² ആൻഡ് ഹിയർ ഇറ്റ് ഈസ് h2². അതിൽ ഈ പ്രോബ്ലത്തിൽ വിത്ത് റെസ്പെക്ട് ടു ബേസ് ആക്സിസ് ആയതുകൊണ്ട് H1 ഈസ് ഈക്വൽ ടു Y1 ഉം H2 ഈസ് ഈക്വൽ ടു Y2 ആണ്. ഓക്കെ, ഇനി IYY എന്ന് പറയുമ്പോൾ YY ആക്സിസിന് ഇതും h1² ആണ്, ഇത് h2² ആണ്. YY ആക്സിസിന് വിത്ത് റെസ്പെക്റ്റു ആണ്. ഓക്കെ, അപ്പോൾ
വൈ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. സോ ഈ ആക്സിസും ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെന്ന് പറയുന്നത് എന്താണ്? x1 ആണ്. ദെൻ ഈ വൈ ആക്സിസും സെക്കൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? x2 ആണ്. ഡയറക്റ്റ് x2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസ് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. y1 y2 x1 x2 വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ. പക്ഷേ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ആ സെൻട്രോയിഡൽ ആക്സിസ് ആണ് നമ്മുടെ റെഫറൻസ് ആക്സിസ്. ആ ആക്സിസും ഓരോ സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്ത് നോക്കണം. ഓക്കെ, സോ ഇതാണ് എന്ത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ബേസ് ആക്സിസ്. ഈ സെയിം ക്വസ്റ്റ്യനെ തന്നെ ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ആൻ അൺഈക്വൽ ആംഗിൾ സെക്ഷൻ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ് ചോദിച്ചിരിക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വി നീഡ് ടു ലൊക്കേറ്റ് ദ സെൻട്രോയിഡ്. സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ എയിം എന്ന് പറയുന്നത്. കാരണം സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ഡിറ്റർമിൻ ചെയ്യേണ്ടത്? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. സോ സെൻട്രോയിഡ് ഡിറ്റർമിൻ ചെയ്യാൻ എന്ത് ചെയ്യണം? ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ ഏരിയ A1 x1 y1 A2 x2 y2 ഡിറ്റർമിൻ ചെയ്യുക. എക്സ് ബാറും വൈ ബാറും ഡിറ്റർമിൻ ചെയ്യുക. എന്നിട്ട് ഫിഗറിലോട്ട് എന്താ ഈ സെൻട്രോയിഡൽ ആക്സിസ് മാർക്ക് ചെയ്യുക. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് സെൻട്രോയിഡൽ ആക്സിസ് ഐ നീഡ് ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. സോ ഐ ജി എക്സ് എക്സും ഐ ജി വൈ വൈയുമാണ് വേണ്ടത്. ഐ ജി എക്സ് എക്സ് എന്ന് പറയുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഫസ്റ്റ് സെക്ഷൻ പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെക്കൻഡ് സെക്ഷൻ ഇൻ ദി എക്സ് ഡയറക്ഷൻ, ആൻഡ് ഐ ജി വൈ വൈ ഈസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഫസ്റ്റ് സെക്ഷൻ ഇൻ ദ വൈ ഡയറക്ഷൻ പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ സെക്കൻഡ് സെക്ഷൻ ഇൻ ദി വൈ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഐ ജി വൺ എക്സ് എക്സ് ബൈ ഡി ക്യൂ ബൈ 12ഉം ഐ ജി ടു ജി എന്ന് പറയുന്നത് വൈ വൈ എന്ന് പറയുമ്പോൾ ഡി ബി ക്യൂ ബൈ 12ഉം. ദെൻ ഇതിനകത്ത് H1ഉം H2ഉം കാണാനുള്ളതാണ് ആകെ വരുന്ന ഒരു കൺഫ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങളുടെ റെഫറൻസ് ആക്സിസ് ക്വസ്റ്റ്യനിൽ ഏതാണോ, ഇപ്പം നമുക്ക് സെൻട്രോയിഡൽ ആക്സിസ് ആണ് നമ്മുടെ റെഫറൻസ് ആക്സിസ്. സോ ആ സെൻട്രോയിഡൽ ആക്സിസും ഓരോ സെക്ഷൻ്റെ സെൻട്രോയിഡും നമുക്കറിയാം എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ സെക്ഷൻ്റെ സെൻട്രോയിഡ് ഇവിടെയാണ്. സോ ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് H1. ദെൻ ഈ ആക്സിസും ഈ ഹൊറിസോണ്ടൽ ആക്സിസും സെക്കൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് എന്ത്? H2. സോ അത് കാണാൻ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യണമെന്ന് നോക്കിയാൽ മാത്രം മതി. H1 വേണമെങ്കിൽ വൈ ബാർ മൈനസ് വൈ1 എടുക്കുക. H2 വേണമെങ്കിൽ വൈ2 മൈനസ് വൈ ബാർ എടുക്കണം. കാരണം വൈ2 വാല്യൂ ആണ് ലാർജർ വാല്യൂ. ഓക്കെ, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ വൈ ഡയറക്ഷൻ ആകുമ്പോൾ വൈ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. വൈ ആക്സിസുകൾ തമ്മിൽ, ദാറ്റ് ഈസ് റഫറൻസ് ആക്സിസ് സെൻട്രോയിഡൽ വൈ ആക്സിസും സെക്ഷൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാണാൻ രണ്ട് രീതിയിൽ ചോദിക്കാം. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ബേസ് ആക്സിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആണോ ചെയ്യാനുള്ളത് ആ ആക്സിസ് ഫിഗറിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. താങ്ക് യു.